ഇതൊരു പ്രകടനത്തിന് പറ്റിയ സമയമല്ല, ഇതൊരു പൊതുയോഗത്തിന് പറ്റിയ സമയമല്ല, ഇതൊരു കോർണർ യോഗത്തിന് പോലും പറ്റിയ സമയമില്ല. അത്രക്ക് തണുപ്പാ അല്ലേ? തണുപ്പാണോ? അല്ല, അത്ര ചൂടും വെയിലുമാണ്. എന്നിട്ടും അത്ര ചൂടും വെയിലും ഉണ്ടായിട്ടും ഇവിടെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ട്രെൻഡ് UDF-നൊപ്പമാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഞാനൊരു പ്രസംഗത്തിന് ഇപ്പം മുതിർന്നില്ല. ആകെ 30 പരിപാടികളെ ഇന്നുള്ളൂ. ഇന്നലെ 27 പരിപാടി അറ്റൻഡ് ചെയ്തു. എത്തിയപ്പോ പുലർച്ചെ 3:30 മണിയായി. ഇന്ന് രാവിലെ 7 മണിക്ക് വീണ്ടും ഇറങ്ങി. പക്ഷെ പോയിടത്തെല്ലാം എന്റെ കുഞ്ഞിച്ചക്ക പോയിടത്തെല്ലാം അവന് വെയിലൊള്ളിക്കാതെ ലേശം നീങ്ങുന്നുണ്ട്. പോയിടത്തെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇതുപോലെ ആവേശത്തോടെ, ആത്മാർത്ഥതയോടെ, പ്രതിബദ്ധതയോടെ ഇറങ്ങി നിൽക്കുക. നിങ്ങൾ എല്ലാരും കൂടെ വിചാരിച്ചാൽ ഈ കൂത്താളിയിലെ ജനങ്ങൾ അവരൊന്ന് മനസ്സ് വെച്ചാൽ, കൈ തന്നാൽ കൂത്താളിയിലും രാഷ്ട്രീയമായ മുന്നേറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മുടെ സ്ഥാനാർത്ഥികളെ ഞാനിപ്പോൾ ഇവർ നേതാക്കന്മാർ രാജ്യത്ത് വിളിക്കുമ്പോൾ ഞാൻ ഒന്ന് അഭിവാദ്യം ചെയ്യും, എന്നിട്ട് ഞാൻ ഓടിപ്പോവും. ഒറ്റ കാര്യം മാത്രം പറയും. എനിക്ക് 1 മണിയാവുമ്പോഴത്തേക്ക് എനിക്ക് ചെറുവണ്ണൂർ എത്തണം. അപ്പം ഒറ്റ കാര്യം, ഇപ്പോ ഇത് ശബരിമല സീസണാണ്. 41 ദിവസം വ്രതമെടുത്തിട്ടാണ് ഒരു വിശ്വാസി മലയ്ക്ക് പോകുന്നത് അല്ലേ ചേച്ചി? 41 ദിവസം വ്രതമെടുത്തു. അത്രയും വസ്ത്രത്തിലും ഭക്ഷണത്തിലും ഒക്കെ നിൽക്കുമോ? വസ്ത്രത്തിലും ഭക്ഷണത്തിലും ഒക്കെ ഇത്രയും നിയന്ത്രണങ്ങൾ പാലിച്ച് 41 ദിവസം കഴിഞ്ഞ് അവിടെ എത്തി ആ കുട്ടികളെ കൊണ്ട് നിൽക്കുന്നവരെ തണുപ്പത്ത് നിർത്തി കൊടുത്തു. സ്ഥാനാർത്ഥിമാരെ വെയിലൊളിപ്പിച്ചാലും കുഴപ്പമില്ല. അവിടെ കുട്ടികൾ കയറിയ ആൾക്കാർ നിങ്ങൾ വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഉമ്മർക്കാരെയൊക്കെ അവിടെ നിർത്തണം. 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് അവിടെ ചെന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് 18ാം പടിയിൽ സന്നിധാനത്തെത്തി മണിക്കൂറുകളോളം ക്യൂ നിന്ന് 18ാം പടി ചവിട്ടി അയ്യനെ കാണാൻ എത്ര സമയം ആകെ കിട്ടുക? എത്ര സമയം കിട്ടും? 1 സെക്കൻഡ് കിട്ടിയാ കിട്ടി, 10 സെക്കൻഡ് കിട്ടിയാ കിട്ടി. അപ്പത്തേക്ക് അടുത്ത ആള് വരും.